നിലമ്പൂരിലെ തോറ്റ സ്ഥാനാർത്ഥി എം സ്വരാജിന് ഇപ്പോൾ ഏറ്റവും ചേരുന്ന വിശേഷണം തോൽക്കാനായി ജനിച്ചവൻ എന്ന വാക്ക്. സ്വന്തം നാട്ടിൽ നിന്നിട്ടും തോൽവി ഏറ്റുവാങ്ങിയ സ്വരാജിന് തോൽവികൾ ഒരിക്കലും പുത്തരിയല്ല. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നിന്നായിരുന്നു സ്വരാജ് ജനവിധി തേടിയത്. 2016 ജയിച്ചു, പക്ഷേ 2021 തോറ്റു. കോൺഗ്രസ് നേതാവ് കെ ബാബുവായിരുന്നു 2 തവണയും അദ്ദേഹത്തിന്റെ എതിരാളി. കേരളത്തിന്റെ സ്റ്റാർ വാല്യൂ നോക്കുമ്പോൾ, രാഷ്ട്രീയ രംഗത്തെ സ്റ്റാർ വാല്യൂ നോക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും സ്വരാജ് സ്ഥാനാർത്ഥിയാകേണ്ട വ്യക്തി തന്നെയാണ്. സ്വരാജ് എന്ന നേതാവിന്റെ മൂല്യം പരിശോധിക്കുകയാണ് എങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മൂല്യത്തിനൊപ്പമാണ് സ്വരാജ്. എന്നാൽ സ്വരാജ് ചിറകറ്റ് വീണതോടെ സമാന തലമുറയിൽ റിയാസിന് ഇനി എതിരാളികളില്ലാതാകും. അതേ മതത്തിൽപ്പെട്ട സീനിയറായ ഷംസീറിനെ വെട്ടി മുന്നേറിയ സ്വരാജ് തോൽവികൾ ഏറ്റുവാങ്ങി. ആ തലമുറയിൽ അവശേഷിക്കുന്ന സ്വരാജ് കാച്ചിൽ വളരുന്നത് പോലെ താഴേക്ക് പോവുകയാണ്. തോൽവിയോടെ സ്വരാജ് തോൽവിക്ക് മാത്രം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറുന്നു. നിലമ്പൂരേക്ക് തോൽവി ഉറപ്പിച്ച് തന്നെ സ്വരാജിനെ ചാവേറാക്കി അയച്ചാണ് LDF വിട്ടത് എന്ന വിലയിരുത്തലുകളും തള്ളാനാകില്ല. 2 തവണ സീറ്റ് കൊടുത്തിട്ടും ജയിക്കാത്ത ആളിന് 3ാമത് സീറ്റ് ഇല്ല എന്നതാണ് CPMന്റെ നയം. അതുകൊണ്ട് ഇനി എം സ്വരാജ് തോറ്റ സ്ഥാനാർത്ഥി എന്ന പരിവേഷവുമായി വെറുമൊരു CPM കാരനായി തുടരേണ്ടി വരും. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം സ്വന്തം നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു സ്വരാജിന്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് അത്ര എളുപ്പമല്ലാത്ത ദൗത്യവുമായിരുന്നു. നിലമ്പൂർ പോത്തുകല്ല് സ്വദേശിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സ്വരാജിന് ഇത് രണ്ടും നേടിയെടുക്കാൻ സാധിച്ചില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിലെ CPMന്റെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറും തമ്മിലുള്ള പിണക്കമാണ്. ആദ്യം പ്രാദേശികമായി പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചു തുടങ്ങി പിണറായിസത്തിൽ എത്തിയാണ് അൻവർ MLA സ്ഥാനം ഉപേക്ഷിച്ചു പോകുന്നത്. വളരെ പെട്ടെന്നായിരുന്നു പിണറായി വിജയനെ കുറിച്ച് പിതൃതുല്യ പരാമർശത്തിൽ നിന്ന് പിണറായിസവാദത്തിലേക്കുള്ള അൻവറിന്റെ മാറ്റം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDFനും അൻവറിനും BJPക്കുമെല്ലാം ആദ്യഘട്ടത്തിൽ പ്രധാന ലക്ഷ്യം എന്നത് പിണറായി വിജയനും സർക്കാരും തന്നെയായിരുന്നു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF ബന്ധം, ഇതൊക്കെയാണ് ഇടതുപക്ഷം പ്രധാനമായും നിലമ്പൂരിൽ ആയുധമാക്കിയത്. അത് വോട്ടായി മാറിയില്ല. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള വഴി LDFന് ദുർഘടമാവുകയാണ്. അല്ലെങ്കിൽ LDFന് മുന്നിലുള്ള മറ്റൊരു മാർഗം തങ്ങളുടെ തന്ത്രങ്ങളും നയങ്ങളും മാറ്റിപ്പണിയണം. സ്വരാജിന്റെ തോൽവി പിണറായിസത്തിനേറ്റ അടിയാണ്. അത് സർക്കാരിനും CPMനും മാത്രമല്ല, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പുതിയൊരു സമീപനം സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ SFI യൂണിറ്റ് സെക്രട്ടറിയായാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എം സ്വരാജ് സജീവമാകുന്നത്. SFI ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1999 കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി. DYFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായി. SFI മുഖമാസികയായ സ്റ്റുഡന്റിന്റെയും DYFI മുഖമാസിക യുവധാരയുടെയും എഡിറ്ററായിരുന്നു. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണ് നിലവിൽ. 2016 DYFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് സ്വരാജിന് മത്സര രംഗത്ത് ആദ്യം നറുക്കുവീണത്. 1991 മുതൽ 2011 വരെ തൃപ്പൂണിത്തുറയെ പ്രതിനിധാനം ചെയ്ത കോൺഗ്രസിലെ അതികായനായ കെ ബാബുവിനെ നേരിടുക എന്ന വെല്ലുവിളിയാണ് പാർട്ടി ഏൽപ്പിച്ചത്. 4467 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സ്വരാജ് തൃപ്പൂണിത്തുറയെ ചുവപ്പിച്ചു. പക്ഷേ 2021 ബാബു 992 വോട്ടിന് സ്വരാജിനെ പരാജയപ്പെടുത്തി. ബാബുവിന്റെ വിജയം സ്വരാജ് കോടതിയിൽ ചോദ്യം ചെയ്തു എങ്കിലും വിധി തിരിച്ചായിരുന്നു. CPMന്റെ പുതുനിര നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയനാണ് സ്വരാജ്. മികച്ച വാഗ്മി, കവി, കഥാകൃത്ത്, പ്രാസംഗികൻ എന്നീ നിലകളിൽ പ്രഗത്ഭൻ. ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ ലേഖനങ്ങളും കവിതകളും യാത്രാ വിവരണങ്ങളും രചിച്ചിട്ടുണ്ട്. ആനുകാലിക വിഷയങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകളും പാർട്ടി നയവും അവതരിപ്പിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും സജീവ സാന്നിധ്യം. വിഷയങ്ങൾ സമഗ്രമായും ആഴത്തിലും പഠിച്ച് വിശകലനം ചെയ്യുന്ന ശൈലി എതിരാളികളുടെ അടക്കം ആദരവ് ആർജിച്ചിട്ടുണ്ട്. ക്യൂബ ജീവിക്കുന്നു, പൂക്കളുടെ പുസ്തകം, മരണം കാത്ത ദൈവങ്ങൾ എന്നിവയാണ് സ്വരാജിന്റെ പ്രധാന കൃതികൾ. ഇനി എന്തായാലും പുസ്തകം എഴുതി എം സ്വരാജിന് വീട്ടിലിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.